ഹലോ, ഇന്ന് നമുക്കൊരു വിരുന്നായാലോ? അപ്പോൾ ഒരു ചെറിയ വിരുന്ന് ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇതാ നല്ല ഫ്രഷ് ഡാമത്തെ സിലോപ്പിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് മീൻ ഫ്രൈയും അതുപോലെ തന്നെ നെയ്ച്ചോറും കോഴി ഗ്രേവിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിരുന്നുകാർ ഇക്കാൻ്റെ മൂത്ത ഏട്ടൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങോട്ട് വരുന്നു പറഞ്ഞപ്പോൾ ഇന്ന് ചെറിയൊരു വിരുന്നാക്കുകയാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഞാൻ പരിപാടികൾക്ക് ഇറങ്ങിയിട്ടോ. നമുക്ക് വേഗത്തിൽ എല്ലാം അവർ വരുമ്പോഴത്തേക്കും ചടപടേന്നാക്കണം. എനിക്ക് പൊതുവേ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിൽ അവർ എത്തുമ്പോഴത്തേക്കും എല്ലാ സംഭവങ്ങളും റെഡിയാക്കി വെച്ചിട്ട് അവൻ്റെ കൂടെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യണം. ഇത് അല്ലാന്നുണ്ടെങ്കിൽ അവർ വന്ന് നിന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറയുമ്പോഴത്തേനും അടുക്കളയിൽ കിടന്ന് പണിയോട് പണിയായിരിക്കും. അപ്പോൾ അവർ വരുന്നുണ്ട് എന്ന് അറിഞ്ഞതും ഞാൻ വേഗം പണികളൊക്കെ ഒരുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടാണ്. അവരെത്തിയത് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നെയ്ച്ചോറ്റിനുള്ള ഉള്ളിയും അതുപോലെ കോഴി ഗ്രേവിക്കുള്ള ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ കോഴി ഇറച്ചി വരട്ടിയതിൽ അടുപ്പിൽ വെച്ച് കഴിക്കുന്നതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അടുപ്പിൽ ആ ചെറിയ തീയിലിരുന്ന് അങ്ങനെ വെന്ത് കഴിക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാതും പെട്ടെന്ന് ആവും വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉള്ളിയും തക്കാളിയും മസാലകളൊക്കെ സ്റ്റൗവിൽ വെച്ചിട്ട് ഒക്കെ മസാല റെഡിയാക്കിയിട്ട് ചിക്കൻ ഇട്ടിട്ട് ഞാൻ നേരെ കൊണ്ട് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ പിന്നെ അതിൽ കിടന്ന് അങ്ങനെ വെന്തോളും. പിന്നെ എനിക്ക് നെയ്ച്ചോറിൻ്റെ പണി നോക്കിയാൽ മതി. പിന്നെ ഫുള്ളായിട്ടൊന്നും എടുത്തില്ല കേട്ടോ. അവർക്ക് വേണ്ടത് വെച്ച് കൊടുക്കാനുള്ള ഒരു 4-5 കേട്ടോ എടുത്തുള്ളൂ. ബാക്കി നാളെ വെക്കാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ള മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോഴേക്ക് വേണ്ട ഒരു 4 മാത്രം എടുത്ത് അതിന് മസാല തേച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ ഇടുക, നേരെ കൊണ്ടുപോയി അടുപ്പത്ത് വെക്കുക. പിന്നെ ഇതാ നമ്മൾ നെയ്ച്ചോറ് താളിക്കാൻ തുടങ്ങി കേട്ടോ. നെയ്യും ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് പട്ടയും ഗ്രാമ്പും ബേ ലീഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാള അരിഞ്ഞതും അതുപോലെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ അടുപ്പിൽ നേരത്തെ തന്നെ അടുപ്പ് കത്തിച്ചിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ലപോലെ വെട്ടിത്തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ നിന്ന് കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ച് അരി ഇട്ട് കഴിഞ്ഞാൽ നെയ്ച്ചോറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടാ. അപ്പോൾ ഇതാ പച്ചമുളകും ഇട്ട് പൊട്ടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വെള്ളം നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, ഇളക്കി കൊടുക്കുക, ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക, നാരങ്ങാനീര് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. ഇനി ഇത് അടച്ച് വെക്കാം. പിന്നെ ഞാൻ സാലഡിനുള്ളതൊക്കെ ഇവിടെ റെഡിയാക്കിയും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. തൈര് ചട്നിക്കായിട്ട് ഉള്ളിയും ക്യാരറ്റൊക്കെ. ഫോൺ ഞാൻ കുറച്ച് നേരം ഓഫാക്കി വെച്ച് ഇപ്പോൾ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ട് ടേബിളിൻ്റെ മേലെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ഉമ്മാനെ പതുക്കെ അങ്ങോട്ട് വിളിച്ചിട്ട് ഉമ്മാക്ക് ഇതാ ഒരു സർപ്രൈസ് പറഞ്ഞു. അപ്പോൾ ഉമ്മ എന്താണ് പറഞ്ഞിട്ടാ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് യൂട്യൂബ് വരുമാനം വന്നപ്പോൾ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്ത് ഉമ്മാക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാ. ഉമ്മാൻ്റെ മുഖത്ത് അത് കണ്ടറിയാം നല്ലപോലെ സന്തോഷമായിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി പറഞ്ഞിട്ടാ. അപ്പോൾ ആദ്യമായിട്ട് സ്വന്തമായിട്ട് വരുമാനം വാങ്ങിയിട്ട് അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുക പറഞ്ഞാൽ എനിക്കൊക്കെ അത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വേറെന്താ പറയാ?